നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മളുടെ ചിന്തകൾക്ക് അത്ഭുത ശക്തിയുണ്ട്. നമ്മളുടെ ഇപ്പോഴുള്ള ജീവിതം നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചിന്തകളുടെ അനന്തരഫലമാണ്. സാഹചര്യങ്ങൾ മാറണമെങ്കിൽ ആദ്യം നമ്മുടെ ചിന്തകൾ മാറണം. നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവത്തെയും മുൻകൂട്ടി തീരുമാനിക്കുന്നത് ഒരു ശീലമാക്കണം. പ്രപഞ്ചശക്തി എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് ബോധപൂർവം സൃഷ്ടിക്കാൻ കഴിയും. പ്രതീക്ഷകൾക്ക് ഒരു വല്ലാത്ത ആകർഷണ ശക്തിയുണ്ട്. അത് കാര്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതിനെ മാത്രം പ്രതീക്ഷിക്കുക. ആഗ്രഹിക്കാത്തത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇരിക്കുക. ആവശ്യപ്പെടുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. ഇങ്ങനെ 3 പടികളിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ ആകർഷണ നിയമം നമ്മളെ സഹായിക്കും. ആവശ്യപ്പെടുക എന്നാൽ നമുക്ക് വേണ്ടതിനെക്കുറിച്ച് വളരെ കൃത്യമായി തെളിമയോടെ മനസ്സിൽ ചിന്തിക്കുക. നമുക്ക് വേണ്ടതിനെക്കുറിച്ച് മനസ്സിൽ ഒരു വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തോട് അത് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിശ്വസിക്കുക എന്നാൽ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ പ്രവർത്തിക്കുക, ചിന്തിക്കുക. ലഭിച്ചു എന്നുള്ള തരംഗം നമ്മൾ പ്രസരിപ്പിക്കുമ്പോൾ ആകർഷണ നിയമം എന്തു ചെയ്യുന്നു? ആളുകളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും എല്ലാം നമുക്ക് അത് യഥാർത്ഥത്തിൽ ലഭിക്കുന്ന രീതിയിൽ ചലിപ്പിക്കുന്നു. നമ്മൾ പോലും അറിയാതെ ആയിരിക്കും ഈ ഒരു പ്രക്രിയ നടക്കുന്നത്. സ്വീകരിക്കുക എന്ന ഘട്ടത്തിൽ ആഗ്രഹം സാക്ഷാത്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ വികാരം അനുഭവിക്കുക. ഏത് കാര്യത്തിൽ നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവോ അതിനെ നമ്മൾ സൃഷ്ടിച്ചെടുത്തിരിക്കും. നമ്മൾക്ക് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കുക. അസുഖത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ നമ്മളിലേക്ക് ആ അസുഖം വരിക തന്നെ ചെയ്യും. ദോഷകരമായ സംഭവങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ അത്തരം കൂടുതൽ സംഭവങ്ങളെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തെ മാറ്റാനുള്ള ശക്തി ഓരോ മനുഷ്യനുമുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് മനസ്സ് എപ്പോഴും കേന്ദ്രീകരിക്കുക. ചിന്തകൾക്ക് ഒരിക്കലും പരിധി വെക്കാൻ കഴിയില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് ചിന്തകൾ കൊണ്ട് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കും പരിധിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ മനുഷ്യനും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതത്തെ സൃഷ്ടിക്കുവാൻ കഴിയും. നമ്മൾ ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ മാത്രം മതി.